തിയേറ്ററിക്കൽ വെർഡിക്റ്റിൽ 100% പരാജയം എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു പടമായിരുന്നു പടക്കളം എന്ന ചിത്രം. അതിന് കാരണം ഈ ഒരു പടത്തിൻ്റെ ആക്ടറോ ഡയറക്ടറോ കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നും ഈ ഒരു പടത്തിൻ്റെ ഒരു ഹൈപ്പ് ഫാക്ടർ അല്ലായിരുന്നു. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ചെറിയ ചെറിയ സിനിമകളൊക്കെ പുറത്തിറങ്ങി പരാജയപ്പെട്ടു പോകുന്നുണ്ട്. കാരണം നമ്മുടെ മലയാളത്തിലൊക്കെ ചെറിയ സിനിമകളൊക്കെ ഒരു മിനിമം ഹൈപ്പ് ഇല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അറിയാതെ പോയിട്ടും പരാജയപ്പെടുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിന് ഫസ്റ്റ് ഡേ മുതലേ കിട്ടിയ റെസ്പോൺസ് മൗത്ത് പബ്ലിസിറ്റി വഴി സ്പ്രെഡായി കിടിലൻ രീതിയിലുള്ള ഹിറ്റ് സ്റ്റാറ്റസിലൊക്കെ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിന് ഡയറക്ടറിൻ്റെ നെക്സ്റ്റ് മൂവിയെ പറ്റി ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങി ിരിക്കുകയാണ്. ഇത്തവണ കുറച്ച് വലിയ പരിപാടി തന്നെയാണ് പുള്ളി പിടിച്ചിട്ടുള്ളത്. കാരണം അടുത്തായി വരാൻ പോകുന്നത് ഒരു ബിഗ്ഗർ മൾട്ടി സ്റ്റാർ പ്രൊജക്റ്റ് ആണ്. പടം നിർമ്മിക്കാൻ പോകുന്നത് അതിരടി പടം നിർമ്മിച്ചിട്ടുള്ള ഡോക്ടർ അനന്തു എന്റർടൈൻസ് ആണ്. ഈ വർഷം റിലീസിനെത്താനിരിക്കുന്ന സിനിമകളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് തലൈവർ പടമാണ് ജയിലർ 2. പടം ഇനി റിലീസിനെത്താൻ ഏകദേശം 53 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ നാളെ പുറത്തിറങ്ങും. ഇപ്പോൾ ഉള്ള ഹൈപ്പിനെക്കാട്ടിലും എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ. എന്തായാലും ഒരു കിടില ഫസ്റ്റ് സിംഗിൾ ആകട്ടെ എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത്തവണത്തെ ഓണം ഫെസ്റ്റിവൽ ടാർഗറ്റ് റിലീസിലെ ആദ്യത്തെ റിലീസ് നടന്നിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഖലീഫ എന്ന ചിത്രം. പടത്തിന് കിടില ഹൈപ്പ് ഉണ്ട്. ഹൈപ്പിനനുസരിച്ചുള്ള ഒരു ബുക്കിംഗ് നടന്നു എന്ന് ചോദിച്ചാൽ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. അതിന് കാരണം പടത്തിന്റെ പ്രൊമോഷനിലുള്ള കുറവൊക്കെ തന്നെയാണ്. എങ്കിലും പടത്തിന് FD കുറച്ച് കുറഞ്ഞാലും പടത്തിന് ഇനിയും വരുന്ന ദിവസങ്ങളിലെ കളക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പടത്തിന്റെ വെർഡിക്റ്റ് ഹിറ്റ് ആകുമോ ഫ്ലോപ്പ് ആകുമോ. അതിന് കാരണം പടത്തിന് ഇപ്പോൾ ഏകദേശം പ്രീസെയിൽ കളക്ഷനായി 3 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് അറൗണ്ട് 6 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും 10 കോടി രൂപയ്ക്ക് അടുത്തോളം പടത്തിന് ഫസ്റ്റ് ഡേ തന്നെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാർത്തികയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ 2 എന്ന ചിത്രം. ചിത്രം വരുന്ന സെപ്റ്റംബർ 10 ആണ് വേൾഡ് വൈഡ് തിയേറ്റർ റിലീസ് കൺഫേം ആക്കിയിട്ടുള്ളത്. പടത്തിലെ SJ സൂര്യയുടെ ഡബ്ബിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഇപ്പോൾ ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. ആന്റണി വർഗീസ് പെപ്പയും അർജുൻ അശോകനും ചെമ്പൻ വിനോദും ലുക്മാനും വിഷ്ണു ഉണ്ണികൃഷ്ണൻ അങ്ങനെ വലിയൊരു കാസ്റ്റിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡിസ്കോ എന്ന ചിത്രം. ചെമ്പൻ വിനോദാണ് ഈ ഒരു പടത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത്. പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പടം വരുന്ന നവംബർ 6 വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിനെത്തുക എന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഡയറക്ടർ വൈസായ ലോകേഷിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആക്ടർ വൈസ് ആയിട്ടുള്ള ലോകേഷിൻ്റെ ഫസ്റ്റ് പടം ഈയിടെയായിരുന്നു റിലീസിന് എത്തിയിട്ടുള്ളത് DC എന്ന ചിത്രം. 10 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 21 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 16 കോടി 50 ലക്ഷം രൂപ. ഓവർസീസ് നിന്നാണ് $2.35 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 22 കോടി രൂപയോളം വരും. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ തന്നെ 88 കോടി രൂപ പടം കളക്ട് ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ ചിത്രം 100 കോടി ക്ലബിലും ഇടം പിടിക്കുന്നതാണ്. നമ്മുടെ മലയാളത്തിൽ അടുത്തൊരു നാളെ റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം. പടത്തിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് രാവിലെ 9 മണിക്കായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പടത്തിൻ്റെ ബുക്കിംഗ് പരിപാടികളൊക്കെ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 1 കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ചിത്രത്തിൻ്റെ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു തുടക്കം എന്ന ചിത്രം. 11 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 21 കോടി 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടി 65 ലക്ഷം രൂപ. ഓവർസീസ് നിന്നാണ് $1.663 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 15 കോടി രൂപയോളം വരും. അങ്ങനെ ടോട്ടൽ വാല്യൂ 41 കോടി രൂപ പടം ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ എവർഗ്രീൻ ആയിട്ടുള്ളൊരു ക്ലാസിക് കോമഡി എൻ്റർടൈനറിൻ്റെ കോംബോകളായിരുന്നു ഹരിഹർ നഗർ കോംബോ. ആ ഒരു കോംബോയിൽ ഏറ്റവും പുതിയ ചിത്രം വരാൻ പോവുകയാണ്. പാതിരക്കുറുക്കൻ എന്നാണ് പടത്തിൻ്റെ പേരായി നൽകിയിട്ടുള്ളത്. പടത്തിന് കീഴിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. തലൈവർ രജനീകാന്തിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ധർമ്മൻ എന്ന ചിത്രം. പടത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പടത്തിൻ്റെ കരളിൽ ഷൂട്ട് നടക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ്. ചെന്നൈയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജായി സെറ്റ് ഇട്ടുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പല സ്ഥലത്തും ഈ ഒരു ചിത്രത്തിന് ചെന്നൈയിൽ തന്നെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പടത്തിൽ തെലുങ്കു ആക്ടറായിട്ടുള്ള റാം വില്ലനായി എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ ഫാമിലി എൻ്റർടൈനർ പടമായിരിക്കുമെന്നും ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വരുന്ന ആവശ്യമുണ്ടോ എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള അനൂപ് സത്തിന് ഏറ്റവും പുതിയ ഡയറക്റ്റ് ചെയ്തൊരുക്കാൻ പോകുന്നത് ഒരു ലാൻഡൻ പ്രൊജക്റ്റ് ആയിരിക്കുമെന്ന് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആക്ഷൻ കോമഡി ത്രില്ലർ ജോണറിൽ ഉൾപ്പെടുന്ന ഒരു പടമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാസ്റ്റും ക്രൂവും ടെക്നീഷ്യൻസ് ഒക്കെ തന്നെയാണ് ഈ ഒരു പടത്തിൽ വരാൻ പോകുന്നത്. പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന നവംബർ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. രവിതേജയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇരുമുടി എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആയിരുന്നു പടത്തിന് കിട്ടിയിട്ടുള്ളത്. അല്ലു അർജുൻ ചിത്രങ്ങളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രം എന്ന് പറയുന്നത് ഒന്ന് ബേസിൽ പ്രൊജക്റ്റും ഒന്ന് ലോകേഷ് പ്രൊജക്റ്റുമാണ്. ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം എന്ന് പറയുന്നത് ലോകേഷ് അല്ലു അർജുൻ പ്രൊജക്റ്റാണ്. പടത്തിൻ്റെ റൈറ്റിംഗും പരിപാടികളൊക്കെ തന്നെയായിരുന്നു നിലവിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ലോകേഷിന് വലിയൊരു ചലഞ്ചിങ് ആയി നിന്നിരുന്നത് DC ചിത്രമായിരുന്നു. ആ ഒരു പടത്തിൻ്റെ റിലീസ് എല്ലാം കഴിഞ്ഞ് പുള്ളി ഒന്ന് ഫ്രീ ആയതോടുകൂടി തന്നെ ഈ ഒരു പടത്തിൻ്റെ വർക്കും
പരിപാടികളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഈ വരുന്ന നവംബർ മാസം മുതലായിരിക്കുമെന്ന് ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ പടത്തിൻ്റെ പൂജയും പരിപാടികളൊക്കെ തന്നെ ഗ്രാൻഡായിട്ട് ഉടനെ തന്നെ നടക്കുന്നതാണ്. ഒപ്പം തന്നെ ഒരു യുണീക്ക് ലുക്കിലൊക്കെ തന്നെയാണ് അല്ലു അർജുൻ ഈ ഒരു പടത്തിൽ അവർ പ്രസൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസിഫ് അലി തൻ്റെ KGF ആയിട്ട് കണക്കാക്കുന്ന ഒരു പടം തന്നെയാണ് ടിക്കി ടാക്ക എന്ന ചിത്രം. അതിന് കാരണം ഈ ഒരു പടത്തിൻ്റെ ഒരു ഹൈ ഇൻറ്റൻസ് ഓഫ് ആക്ഷൻ സീക്വൻസ് ഒക്കെ തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഒരു പടത്തിന് വേണ്ടി പുള്ളി നല്ല രീതിയിൽ തന്നെ ബോഡിയൊക്കെ തന്നെ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതൊരു ഗ്യാങ്സ്റ്റർ പടമൊന്നുമല്ല, ഇതൊരു എക്സ്പെരിമെൻറ്റ് ടൈപ്പ് ഓഫ് പടമാണ്. ആ ഒരു എക്സ്പെരിമെൻറ്റ് ടൈപ്പിൽ ഇവർ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും പരിപാടികളൊക്കെ തന്നെയുണ്ട്. പടത്തിൻ്റെ വർക്കുകളൊക്കെ തന്നെ ഇപ്പോഴും നടന്നു പോവുകയാണ്, ഒന്നും ഇതിനായിട്ട് തീർന്നിട്ടില്ല. ഈ ഒരു പടത്തിൻ്റെ റിലീസ് അവർ പ്രൈമറി ടാർഗറ്റ് ചെയ്യുന്നത് ഈ വരുന്ന ക്രിസ്മസ് റിലീസാണ്. അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല, എങ്കിലും ഒരു ഫെസ്റ്റിവൽ ടൈമിൽ ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഉണ്ടായിരിക്കത്തുള്ളൂ എന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ഇന്ന് നടക്കേണ്ടതായിരുന്നു. കാരണം ഖലീഫ ചിത്രത്തിൻ്റെ കൂടെ ഈ ഒരു തിയേറ്ററിക്കൽ പ്രിൻറ്റിനോട് അറ്റാച്ച് ചെയ്ത് ഇന്ന് റിലീസിന് എത്തിക്കേണ്ടിരുന്ന ഒരു ടീസർ തന്നെയായിരുന്നു ടിക്കി ടാക്കയുടേത്. പക്ഷേ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു റിലീസ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒന്നെങ്കിൽ അടുത്തൊരു വലിയ ചിത്രത്തിൻ്റെ കൂടെ തിയേറ്ററിക്കൽ പ്രിൻറ്റിനൊപ്പം അറ്റാച്ച് ചെയ്ത് റിലീസിന് എത്തിക്കും, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഫെസ്റ്റിവൽ ടൈമിൽ ഈ ഒരു പടത്തിൻ്റെ ടീസർ റിലീസിന് എത്തിക്കത്തുള്ളൂ. എങ്കിലും ഈ ഒരു പടത്തിൻ്റെ ടീസർ അധികം വൈകാതെ തന്നെ പുറത്തിറക്കാൻ ചിത്രത്തിൻ്റെ ടീം ആയാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതാണ്.